RVHS അലൂമിനി അസോസിയേഷനിലെ 82 ബാച്ചിലെ ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഞങ്ങളെ എല്ലാവരും കൂടെ ചേർന്നാണ് നമ്മൾ ഈ മഞ്ജു എന്ന ഇവിടുത്തെ വീട് താമസക്കാരിക്ക് ഇങ്ങനൊരു കെട്ടുറപ്പുള്ള ഒരു ബാത്റൂമും അതോടൊപ്പം തന്നെ ഷീറ്റ് അടിക്കാൻ വേണ്ടി ഷീറ്റും ഈ ബാത്റൂമിൻ്റെ മുകളിൽ നല്ലൊരു ടാങ്ക് ഉണ്ടായിരുന്നു. ടാങ്ക് പ്രത്യേകം അപ്പുറത്തോട്ട് മാറ്റി ഒരു സ്റ്റാൻഡ് ആക്കി അതിനകത്ത് നമുക്ക് ടാങ്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. അമ്മയ്ക്കും ക്യാൻസറാ. ഞങ്ങൾക്ക് സഹായിക്കാൻ വേറെ ആരുമില്ല. RVHS സാറുമാരും ടീച്ചർമാരും എല്ലാവരും കൂടി എനിക്ക് ഇത്രയും ചെയ്തു തന്നു. എൻ്റെ മോടെ ഫീസും ഡ്രസ്സും ബുക്കും പുസ്തകങ്ങളും എല്ലാം RVHS സാറുമാരെല്ലാം തരിക. എൻ്റെ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ അമ്മയുടെയും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പിന്നെ എൻ്റെ ഗിരിജ ടീച്ചർ ഈ ബാത്റൂം പുതുതായിട്ട് ഇപ്പം ഞങ്ങളുടെ അലൂമിനി അസോസിയേഷന് 82 ബാച്ച് രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 82 ബാച്ചിലെ ഞങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഞങ്ങൾ കുറേ പേര് ടീമുകളാണ്. അതിനകത്ത് ഏറ്റവും ഞങ്ങളുടെ അന്യ സ്ഥലത്ത് താമസിക്കുന്ന, അതായത് ഗൾഫിൽ ജോലിയുള്ളതായ സാം തോമസ് എൻ്റെ ഒരു കൂടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ കുറേ ടീമുകളെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ മഞ്ജു പറഞ്ഞ സ്ഥിതിക്ക് പലയിടത്തും ഞങ്ങളിങ്ങനെ ഒരു ബാത്റൂം ചെയ്തു കൊടുക്കാൻ വേണ്ടി കുറേ പഞ്ചായത്തും അതോടൊപ്പം ബ്ലോക്കിലും ഒക്കെ മഞ്ജുവിനെ സഹായിക്കാനുണ്ട്. മഞ്ജു എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ആദ്യം വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടി നമ്മുടെ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുകയാണ്. രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 82 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നുകൊണ്ട് പനവേലി നിരപ്പിൽ വിളയിൽ മഞ്ജുവിനും കുടുംബത്തിനും ഒരു സഹായമൊരുക്കി. ആ വാർത്തയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വെട്ടിക്കുല പഞ്ചായത്തിലെ നിരപ്പിൽ വാർഡിൽ ഇങ്ങനെ ഒരു ഭവന വാസയോഗ്യമല്ലാത്ത സാഹചര്യത്തിലുള്ളത് മനസ്സിലാക്കി ആ സ്കൂളിലെ 82 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സംയുക്തമായി ഈ സംരംഭം ഏറ്റെടുക്കുകയും ഒരു പ്രായമായ രോഗിയായ മാതാവും അവരുടെ മകളും ഒരു കൊച്ചുമകളും ആണ് ഇവിടെ താമസിക്കുന്നത്. ആ കുട്ടി വാളകം രാമവിലാസം വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവരുടെ വാസയോഗ്യമല്ലാത്ത ഭവനത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി ഈ പൂർവ്വ വിദ്യാർത്ഥിനികളും സ്നേഹിതരും കൂടി സംയുക്ത സംരംഭം എന്ന നിലയിൽ വാസയോഗ്യമാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒരു യൂറിനൽ സൗകര്യം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജീകരിച്ച് നൽകുന്നതിനും അവർക്ക് സാധിച്ചു. അതിൽ ഇപ്പോൾ ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ അനിമോൻ, മുൻ വാർഡ് മെമ്പർ ശ്രീ രാമചന്ദ്രൻ പിള്ള, ഈ അസോസിയേഷനിലെ സജീവ പ്രവർത്തകയും സ്കൂളിലെ മുൻ അധ്യാപികയുമായ ഗിരിജ ടീച്ചർ, രാജേഷ്, ഈ കുടുംബാംഗം നിങ്ങളെല്ലാവരും ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. ഈ നല്ല സംരംഭത്തിന് സാക്ഷിയാകുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. വാളാത്ത RVHS ടീച്ചർമാരും എല്ലാവരും കൂടിയാണ് എത്തിച്ചത്. എനിക്കും അമ്മയ്ക്കും ക്യാൻസർ പേഷ്യൻ്റ്, പിന്നെ എൻ്റെ കുഞ്ഞുണ്ട്. കുഞ്ഞ് വാളാത്ത RVയിലാണ് പഠിക്കുന്നത്. പിന്നെ അവിടുത്തെ ടീച്ചർമാരെല്ലാം എനിക്ക് പൈസയും സഹായങ്ങളും കുഞ്ഞിന് ഡ്രസ്സും സഹായങ്ങളും എല്ലാം ടീച്ചർമാർ ചെയ്തു തരും. പിന്നെ അമ്മ എൻ്റെ ഗിരിജ ടീച്ചറാണ് ഇത്രയും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഗിരിജ ടീച്ചറാണ് എൻ്റെ ദൈവത്തെ പോലും ഞാൻ കാണുന്നത്. എൻ്റെ ടീച്ചറാണ് എനിക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത്. പിന്നെ മനോഹരമായ ബാത്റൂം, കുടിവെള്ളത്തിനുള്ള വാട്ടർ ടാങ്ക്, വീടിൻ്റെ മെയിൻ്റനൻസ് എന്നിവ പൂർത്തീകരിച്ച് നൽകി. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ 82 ബാച്ച് RVHS പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് എൻ്റെ വാർഡിലെ, അതായത് മഞ്ജുവിൻ്റെ അമ്മയും ക്യാൻസർ രോഗികളാണ്. അവർക്ക് ഇപ്പോൾ ആവശ്യമായ ഒരു വീട്, വാസയോഗ്യമല്ലാത്ത ഒരു വീട് നല്ല രീതിയിൽ വാസയോഗ്യമാക്കി തീർത്ത 81 ബാച്ച് RVHS 81 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. മഞ്ജു എൻ്റെ വാർഡിൽ വന്ന് താമസമായിട്ട് ഏതാണ്ട് 6-7 ഒരു വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ. മഞ്ജു നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും, എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നാളുകളിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആവശ്യമുണ്ട് എങ്കിൽ അത് എന്നെ കൊണ്ട് ഒക്കുന്നവരെ കൊണ്ട് ഞാൻ ചെയ്യാൻ ഉള്ള സന്നദ്ധത ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അതോളം പൈസ ചെലവാക്കി സംഘടിപ്പിച്ച് ഇവർക്ക് നൽകിയ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഒരു പറ്റം പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് ഇത് അവർക്ക് വാസയോഗ്യമാക്കിയ ഒരു വീട് വെച്ച് നൽകിയത് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. ഈ പുതുവത്സരത്തിൽ വീണ്ടും ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും പുതുവത്സരാംശം.
വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്ന് ഒരു ബാത്റൂം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഈ ചടങ്ങിലേക്കാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് വാളകം ആർവിഎച്ച്എസിലെ PTA പ്രസിഡന്റ് എന്ന നിലയിലും PTA അംഗം എന്ന നിലയിലും എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. ഇവിടെ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ 1982 വാളകം RVHS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നൽകിയ സഹായം. വാളകം RVHSലെ ടീച്ചറും ശ്രീമതി ഗിരിജാദേവിയാണ് ഈ സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു കുടുംബം. അവർ ആദ്യം എൻ്റെ വാർഡിലായിരുന്നു കുറേ നാൾ താമസം. അതിനുശേഷമാണ് ഇങ്ങോട്ട് അവരുടെ സ്വന്തം സ്ഥലമായ ഇങ്ങോട്ട് താമസം മാറ്റിയത്. രണ്ടുപേരും രോഗികളാണ്. ആ രോഗികൾക്ക് വലിയ ഒരു ആശ്വാസമായി. അവർക്ക് അത്യാവശ്യമുള്ള വീട് മെയിൻ്റനൻസ് ചെയ്തും അതോടൊപ്പം തന്നെ നല്ല ആധുനിക രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് സംവിധാനവും ഈ 1982 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചെയ്തു കൊടുത്തു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. എല്ലാ അഭിനന്ദനങ്ങളും അവർക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു.